തുടർച്ചയായ മൂന്നാം വർഷവും 1 കോടിയിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം 2025 ജനുവരി മുതൽ ഡിസംബർ വരെ 1.15 കോടി യാത്രക്കാർ കൊച്ചി വിമാനത്താവളം വഴി യാത്ര ചെയ്തു. 2024-നെ അപേക്ഷിച്ച് 4.85% വർധനവാണ് ഉണ്ടായത്. 2024-ൽ കൊച്ചി വിമാനത്താവളം 1.09 കോടി യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്തത്. ഏകദേശം 5.33 ലക്ഷം യാത്രക്കാരുടെ വർധനവ് വിമാനത്താവളത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. ആഭ്യന്തര അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണം മികച്ച രീതിയിൽ വർദ്ധിച്ചുവെന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അധികൃതർ അറിയിച്ചു. 2025-ലെ ഏറ്റവും തിരക്കേറിയ മാസം മെയ് ആയിരുന്നു. അന്ന് 11.07 ലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തു. ജനുവരിയിൽ 10.44 ലക്ഷം യാത്രക്കാരും ഡിസംബറിൽ 10.06 ലക്ഷം യാത്രക്കാരും യാത്ര ചെയ്തു. അതേസമയം 2025-ൽ വിമാന സർവീസുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025-ൽ 74,689 വിമാനങ്ങൾ സർവീസ് നടത്തിയപ്പോൾ 2024-ൽ 70,074 വിമാനങ്ങളായിരുന്നു സർവീസ് നടത്തിയത്. ചില വിമാന കമ്പനികൾ സർവീസ് കുറച്ചതാണ് ഇതിന് കാരണം. വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചത് സിയാലിന് പ്രതീക്ഷ നൽകുന്നതാണ്. വിമാനത്താവളത്തിന്റെ സമഗ്രമായ പരിവർത്തന പദ്ധതിയാണ് യാത്രക്കാരുടെ എണ്ണത്തിലെ ഈ സ്ഥിരമായ വളർച്ചയ്ക്ക് കാരണമെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞു. യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താൻ ഇത് സഹായിച്ചു. ടെർമിനലിലെ യാത്ര സുഗമമാക്കാനും വേഗത്തിലാക്കാനും ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായിച്ചു. മെച്ചപ്പെട്ട ടെർമിനൽ അന്തരീക്ഷവും പുതിയ സാങ്കേതിക വിദ്യകളും യാത്രക്കാരുടെ സംതൃപ്തി വർദ്ധിപ്പിച്ചുവെന്നും എസ് സുഹാസ് കൂട്ടിച്ചേർത്തു. ഡിജിറ്റലൈസേഷനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ ഉടൻ തന്നെ ഫുൾ ബോഡി സ്കാനറുകൾ സ്ഥാപിക്കുമെന്നും എസ് സുഹാസ് വ്യക്തമാക്കി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കൊച്ചി വിമാനത്താവളം രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ്. കൂടാതെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൂടിയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. വലുപ്പത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും രാജ്യത്തെ മികച്ച 10 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കൊച്ചിയുമുണ്ട്. കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ വിമാനത്താവളങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം 1999-ലാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇന്ത്യയിൽ പൊതുജന പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പ്രത്യേകതയും കൊച്ചി വിമാനത്താവളത്തിനുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ യാത്രക്കാരെ മികച്ച സൗകര്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഏറ്റവും കൂടുതലുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നായതിനാൽ പ്രവാസി മലയാളികൾക്ക് ഇതൊരു പ്രധാന യാത്രാ കേന്ദ്രമാണ്. ആധുനിക ടെർമിനലുകൾ, കാര്യക്ഷമമായ സുരക്ഷാ സംവിധാനങ്ങൾ, യാത്രക്കാരൻ സൗഹൃദ സേവനങ്ങൾ എന്നിവ ഈ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകളാണ്. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന അപൂർവ നേട്ടവും കൊച്ചിക്ക് സ്വന്തം. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഈ സംരംഭം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ പദ്ധതി ഇന്ത്യക്ക് അഭിമാനകരമാണ്. വാണിജ്യ വിനോദസഞ്ചാര മേഖലകളുടെ വളർച്ചയ്ക്കും കേരളത്തിന്റെ ആഗോള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വലിയ പങ്ക് വഹിക്കുന്നു. 2015-ൽ ഈ വിമാനത്താവളം 100% സോളാർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറി. സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്ലാന്റ്, പരിസ്ഥിതി സൗഹൃദ നിലപാടുകൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇതൊരു ഗ്രീൻ എയർപോർട്ട് മാതൃകയായി മാറി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.